അതിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആ വീട്ടിൽ ചെന്ന ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ് വായിച്ചത്. നിക്ഷേപപാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു എന്നുള്ള ഭാഗമാണ് ചിന്തിക്കുന്നത്. ഈ ദൈവവചന ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവത്തിൽ ദൈവിക സന്ദേശങ്ങൾ മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഞാനും ആ ഭാഗത്തു നിന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ, ഒരു ആശ്വാസകരമായി മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ലോകം മുഴുവൻ പാപത്തിൽ വീണ് പാപത്തിന്റെ ശക്തിയാൽ മനുഷ്യൻ മുഴുവൻ നിത്യനരകത്തിലേക്ക് ദൈവികമായ ശിക്ഷയുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ ഒരു യാഗങ്ങൾക്കും മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്താൻ കഴിയാതിരുന്നപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 3:15 പറഞ്ഞ സ്ത്രീയുടെ സന്തതി കാലസമ്പൂർണതയിൽ മറിയയിലൂടെ ഗർഭം ധരിക്കുന്നത്. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ. 10:1 വായിച്ച കാണാൻ കഴിയും, 1:17 വായിച്ച കാണാൻ കഴിയും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ വചനമായിരുന്നവൻ ജഡമായി തീരുക. അങ്ങനെ യേശു ഭൂമിയിലേക്ക് ഒരു ശിശുവായി ജനിക്കുക. മാനവകുലത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു ഒരു ശിശുവാൻ ജനിച്ചതുകൊണ്ട് യേശു ഇന്ന് ശിശുവല്ല, യേശു പൂർണ്ണ ദൈവമാണ്. ഹല്ലേലൂയ. പലരും യേശുവിനെ ഇന്നും ശിശുവായിട്ട് കാണുമ്പോൾ യേശുവിനെ ശിശുവായിട്ട് കാണാതെ അവൻ പൂർണ്ണ ദൈവമാണെന്ന് കാണാം. അതിനെ നിഷേധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് പ്രശ്നമേ അല്ല. അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കൂട്ടത്തിലും ഉണ്ടല്ലോ. ഒരു കൊട്ടയിലെ മത്തിയെല്ലാം നല്ലതായിരിക്കണം എന്നില്ല. കുറേയൊക്കെ പൊട്ടിയതും കുറേയൊക്കെ പുഴുത്തതും കുറേയൊക്കെ വേറിയാടിയതും അങ്ങനെ വളരെ മോശമായതൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും നല്ലതായിരിക്കണമെന്നില്ല. ചിലതൊക്കെ അങ്ങനെയൊക്കെയാണ്. അതിനെ നമ്മൾ വിട്ടുകളയാനുള്ളതേ ഉള്ളൂ. അപ്പൊ ദൈവം നമുക്ക്, പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗജന്യമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ വിദ്വാൻമാർക്ക് ദർശനം കിട്ടി. അവർക്ക് അടയാളം ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രം പോകുന്ന വഴിയിലൂടെ തന്നെ അവർ യാത്ര ചെയ്ത് യേശുവിനെ വന്ന് കാണുന്നത് യേശുവിന്റെ അമ്മയായി മറിയയുടെ വീട്ടിലാണ്. നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോഴാണ് ഇടയന്മാര് യേശുവിനെ പുൽക്കൂട്ടിലെത്തുന്നത് കണ്ടത്. വിദ്വാൻമാരെന്നാൽ പുൽക്കൂട്ടിലല്ല കണ്ടത്, മറിയയുടെ വീട്ടിലാണ്. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ വിദ്വാൻമാർ എന്ത് ചെയ്തു? ഹല്ലേലൂയ. പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ അമ്മയെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഹല്ലേലൂയ ചില പുസ്തകങ്ങളിൽ ഞാൻ കണ്ടത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ട് കണ്ടു. ഹല്ലേലൂയ. മാനവരാശിക്ക് സമ്മാനമായി നൽകപ്പെട്ട ദൈവപൈതലിനെ ദർശിക്കുവാനായി കിഴക്കു നിന്നും വിദ്വാൻമാർ ഹല്ലേലൂയ വളരെ പ്രയാസത്തോടെ പ്രയാണം ചെയ്തു വരികയാണ്. അപ്പം വിദ്വാൻമാരാണെങ്കിലും ജനിച്ച ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ കാണുവാനുള്ള അവരുടെ ഹൃദയത്തിന്റെ ആ അഭിവാഞ്ച എത്ര ഭയങ്കരമാണ് നമ്മൾ ചിന്തിക്കണം. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ശിശുവിനെ കാണണം, യേശുവിനെ കാണണം. ആ ഒരു ആഗ്രഹത്തോടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തുവിനെ കാണുവാനുള്ള വലിയൊരു അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. സ്തോത്രം. അത് നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ പശ്ചാത്തലവും നിങ്ങളൊന്നും നോക്കിയാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്, രക്തം ചെയ്യും. ഇതുവകൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വിദ്വാൻമാർക്കുണ്ടായിരുന്നതുപോലെ വാഞ്ച നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വിദ്വാൻമാർ വളരെ പ്രയാസത്തോടെ പ്രയാണം ചെയ്ത് അവിടെ എത്തി. വിദ്വാൻമാരുടെ പ്രയാണത്തെ ഒരു വിശ്വാസ യാത്രയോട് സാമ്യപ്പെടുത്താമെന്നാണ് ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേറെ ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ഈ വിദ്വാൻമാരുടെ യാത്രയെ ഒരു വിശ്വാസ യാത്രയോട് സാമ്യപ്പെടുത്താം. അവരെ വഴി നടത്തിക്കൊണ്ടിരുന്ന നക്ഷത്രത്തെ ഉത്തമമായ ഒരു സുവിശേഷങ്ങളോട് താരതമ്യപ്പെടുത്താം. അപ്പൊ വിദ്വാൻമാരുടെ യാത്രയെ
ഒരു സുവിശേഷ യാത്രയായിട്ടും അവരെ വഴി നടത്തിയ നക്ഷത്രത്തെ ഒരു സുവിശേഷകരോട് സാമ്യപ്പെടുത്താം. വിദ്വാൻമാർ സമർപ്പിച്ച കാണിക്കയെ അല്ലൊരിയ കാണിക്ക എന്താണ്? വിദ്വാൻമാർ സമർപ്പിച്ച കാണിക്ക എന്താണ്? പൊന്നും കുന്തിരിക്കും മൂരുവാണ്. അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, ആ പൊന്നും കുന്തിരിക്കും മൂരും എന്ന് പറയുന്നത് ആത്മാവും പ്രാണനും ശരീരം എന്നിവയോട് സാമ്യപ്പെടുത്താം. നിങ്ങൾ എത്രമാത്രം അതിൽ വിശ്വസിക്കുന്നു, എത്രമാത്രം ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. ദുരുപദേശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ദുരുപദേശമല്ല, ഞാൻ ശക്തനായ ഒരു ദൈവദാസൻ, ദൈവങ്ങൾ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ചിന്തകൾ അടർത്തിയെടുത്ത് നിങ്ങൾക്ക് കൈമാറിയെന്നുള്ളതേ ഉള്ളൂ. ഈശ്വരോ, ഞാനത് വായിച്ചപ്പോൾ എന്നെയും വളരെ ചിന്തിപ്പിച്ചു. എന്നെ വളരെ ചിന്തിപ്പിക്കാൻ കാരണമായതുകൊണ്ടും ഞാൻ ആ ഭാഗം പ്രസംഗിക്കാൻ തയ്യാറായത്. ഹല്ലേലൂയ. അപ്പം വളരെ ആഗ്രഹത്തോടു കൂടി കിഴക്കു നിന്നും വിദ്വാൻമാർ യേശുവിനെ കാണാൻ എത്തിയെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം നിനക്കുണ്ടോ? യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവ സാധിപ്പിച്ചു തരും. നമുക്ക് പലരെയും കാണാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ വിദേശത്തുള്ള പ്രിയ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളൊക്കെ നാട്ടിൽ വന്നവന്ന് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നുപോയവരെ കാണാൻ ആഗ്രഹമുണ്ട്. നമുക്ക് പലരെയും കാണാൻ ആഗ്രഹമുണ്ട്. പ്രൈസലോ. എന്നാൽ ഇവിടെ വിദ്വാൻമാരുടെ ആഗ്രഹം ബന്ധുമിത്രാദികളോ സന്നദ്ധ സഹചാരികളെയോ സഹപ്രവർത്തകരെയോ ഒന്നും കാണാൻ ആഗ്രഹം ബേത്ലഹേമിൽ ജനിച്ച യേശുവിനെ കാണാൻ വേണ്ടി അവർ വളരെ ദൂരം യാത്ര ചെയ്യുക. പ്രൈസലോ. അപ്പൊ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാൻ വേണ്ടി വളരെ ദീർഘദൂരം വിദ്വാൻമാർ യാത്ര ചെയ്തതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഘോഷിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും അഭിവാഞ്ചിയോടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തോടെ ഇരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ നടുവിൽ കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. പ്രൈസലോ. കർത്താവിനെ നീ കണ്ടാൽ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചാൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം നിനക്ക് തരണം ചെയ്യാൻ കഴിയും. നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും നിനക്കൊരു വിടുതൽ തരാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. ഇന്ന് പകൽ ആരെങ്കിലും മനസ്സ് തകർന്ന് സങ്കടപ്പെട്ട് കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ നടിയിലൂടെ ആമി കടന്നു പോകുന്നുണ്ടെങ്കിൽ, വിവിധമായ വിഷയങ്ങൾ തന്നെ നീ ഭാരപ്പെട്ട് ഹൃദയവേദനയോടെ കൂടിയാണ് ആയിരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നത്, വിദ്വാൻമാരെ പോലൊരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആഗ്രഹങ്ങളെ നടത്തിത്തരും. പ്രേക്ഷക വിശ്വസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ, വിദ്വാൻമാർ വീണ് നമസ്കരിച്ചു. യേശുവിനെ കണ്ടപ്പോൾ യേശുവിന്റെ അമ്മയായ മറിയുടെ വീട്ടിൽ ചെന്ന് യേശുവിനെ വിദ്വാൻമാർ കണ്ടു കഴിഞ്ഞപ്പോൾ വിദ്വാൻമാർ വീണ് നമസ്കരിച്ചു എന്ന്. നമുക്കില്ലാത്തതും വിദ്വാൻമാർക്ക് ഉണ്ടായിരുന്നതും. നമ്മളിന്ന് യേശുവിനെ കണ്ടാൽ വീണ് നമസ്കരിക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം ലോകത്തിൽ അനവധി യേശുക്കൾക്കുണ്ട്. ഇപ്പം യേശുവിന്റെ രൂപമാണ്, യേശുവാണെന്നും പറഞ്ഞ് പല വിധത്തിലും പല രീതിയിലും ഒരുപാട് അവതാരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ യേശുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും ദൈവമാണ് ആഗ്രഹിക്കുന്നതുകൊണ്ട് ആരും വീണ് നമസ്കരിക്കാറില്ല. പക്ഷേ ഇവിടെ വിദ്വാൻമാർ യേശുവിനെ വീണ് നമസ്കരിക്കുക. അപ്പം വിദ്വാൻമാർ യേശുവിനെ കാണുന്നതിന് അവൻ ജനിച്ചു എന്ന് വിചാരിക്കുന്ന വയലിലെ ഇടയന്മാരോട് കൂടെ ശിശുവിനെ കിടത്തിയ പുൽക്കൊട്ടിലോ ആ വീട്ടിലോ അല്ല ചെന്നത്. യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ആ വയലില് ആ വിഡുവിൻസ് എന്ന് പറയുന്ന ഇടയന്മാരോട് കൂടെയോ അല്ലെങ്കിൽ അവനെ പിന്നീട് ശിശുവിനെ എടുത്തു കിടത്തിയ പുൽക്കൂട്ടിലോ അല്ല വിദ്വാൻമാർ ചെന്നത്. വിദ്വാൻമാർ ചെന്നത് മറിയയുടെ വീട്ടിലാണ്. അതിന് ഏകദേശം 2 വർഷത്തെ കാലതാമസം എടുത്തു എന്നുള്ളതാണ്. മത്തായി വിശുദ്ധ വ്യക്തമായിട്ട് 2-ാം അധ്യായം പറയുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെരോദാവിന്റെ വീട്ടിൽ ചെന്ന് ശിശുവിനെ അന്വേഷിച്ചപ്പോൾ ഹെരോദാവ് എവിടെയാണ് ജനിച്ചത്, നിങ്ങൾ പോയി അവനെ കണ്ടിട്ട് എന്നെ ഇപ്പോൾ അറിയിക്കുക, എനിക്കും പോയി അവനെ വീട് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് വിദ്വാൻമാരെ പറഞ്ഞു വിട്ടു. വിദ്വാൻമാർ പോയി 2 വർഷത്തോളമായിട്ട് അവർ മടങ്ങി വരാതിരുന്നപ്പോഴാണ് ഹെരോദാവിന് കരിമുണ്ട് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണമെന്ന്. ഏകദേശം 2 വർഷം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വിദ്വാൻമാർ മറിയയോ യോസേഫിനെയോ വീണ് നമസ്കരിച്ചില്ല. ഈ മറിയയുടെ വീട്ടിൽ ചെന്നിട്ട് വിദ്വാൻമാര് മറിയെ വീണ് നമസ്കരിച്ചില്ല, യോസേഫിനെ വീണ് നമസ്കരിച്ചില്ല. ഹല്ലേലൂയ. സ്തോത്രം. ശിശുവിനെ മാത്രം നമസ്കരിച്ചു. ശിശുവിനെ മാത്രം. ഈ കാലഘട്ടത്തിൽ അനവധി ആളുകൾ, ക്രൈസ്തവ വിശ്വാസികൾ മറിയെ നമസ്കരിക്കുന്നു, യോസേഫിനെ നമസ്കരിക്കുന്നു. മറിയൻ യോസേഫ് ഒരിക്കലും ദൈവമല്ല കേട്ടോ. മറിയ യേശുവിനെ ആമേൻ അല്ലെങ്കിൽ പ്രസവിക്കുവാൻ വേണ്ടി തന്റെ ഗർഭപാത്രം
താൻ വിട്ടുകൊടുത്ത് താൻ യേശുവിനെ പ്രസവിച്ചു. യോസേപ്പ് യേശുവിന്റെ വളർത്തച്ഛനാണ്. ഹല്ലേലൂയ. മറിയയുടെ ഉദരത്തിൽ യേശു പരിശുദ്ധാത്മാവിലാണ് രൂപം കൊണ്ടത്, ജന്മമെടുത്തത്. അപ്പം മറിയയും യോസേപ്പിന് ഒരിക്കലും വിദ്വാൻമാർ വീണ് നമസ്കരിച്ചില്ല. പക്ഷെ ഇന്ന് ലോകം ചെയ്യുന്നത് എന്താണ്? മറിയയും യോസേപ്പിനെ ഇന്ന് വീണ് നമസ്കരിച്ച് അവരുടെ പിന്നാലെ പോകുന്ന ഒരു അനുഭവമാണ്. വേദപുസ്തകമായിട്ട് എത്രയോ തെറ്റായ ചിന്താഗതികളാണ് പഠിപ്പിക്കലും ചെയ്യുന്നത്. അപ്പം മറിയയും യോസേപ്പിനെ അവർ വീണ് നമസ്കരിച്ചില്ല. ഫിലിപ്പിലേഖനം 2:11 പറയുന്നത് പോലെ, ഫിലിപ്പിലേഖനം 2:11 എന്താണ് പറയുന്നത്? എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുമെന്നാണ്. ഫിലിപ്പിലേഖനം 2:11 പറയുമ്പോൾ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ വിദ്വാൻമാർ വീണ് നമസ്കരിച്ചുള്ളൂ. ഹല്ലേലൂയ. നമ്മളെ ഭാഗം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ്. സ്തോത്രം. അത് ശ്രദ്ധയോടെ പഠിക്കാത്തതുകൊണ്ടും പഠിപ്പിക്കാത്തതുകൊണ്ടും ആ ഒരു വെളിച്ചം കിട്ടാത്തത് കൊണ്ടുമാണ്, ആ ഒരു ദർശനം കിട്ടാത്തത് കൊണ്ടുമാണ്, ആത്മാവിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ടുമാണ് ഇന്ന് യോസേപ്പിന്റെ പേരിൽ പള്ളി, മറിയയുടെ പേരിൽ പള്ളി, മറിയയുടെ പേരിൽ ഒരുപാട് പ്രാർത്ഥന, യോസേപ്പിന്റെ പേരിൽ പ്രാർത്ഥന. പക്ഷെ വിദ്വാൻമാരോ ആദിമസഭ ഇത് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ വേദപുസ്തകം തന്നെ വായിച്ചാൽ മതി. ഞാൻ പറയുന്നത് കേൾക്കാം. വേദപുസ്തകം തന്നെ വായിച്ച് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുന്നു. കർത്താവിന്റെ ജീവിതകാലത്ത് ഒരിക്കലും യോസേപ്പിനെയോ മറിയോ ആരെങ്കിലും നമസ്കരിച്ചതായി ബൈബിളിൽ പോലും പറയുന്നില്ല. കർത്താവായ യേശുക്രിസ്തു 33 തിരുവയസ്സ് ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും യോസേപ്പിനെയോ മറിയോ ഒരുത്തരും നമസ്കരിച്ചതായിട്ടോ ആരാധിച്ചതായിട്ടോ അവരെ ദൈവമായിട്ട് കരുതിയതായിട്ടോ വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. മറിയ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്തുവെന്നും യോസേപ്പ് മരിച്ച് ഉയർത്തിന് സ്വർഗാരോപണം ചെയ്തുവെന്നും ബൈബിൾ പറഞ്ഞിട്ടേ ഇല്ല. മറിയെ ആരാധിക്കണമെന്നും യോസേപ്പിനെ ആരാധിക്കണമെന്നും വേദപുസ്തകത്തിൽ പ്രമാണവുമില്ല. മറിയ വിശുദ്ധയായ ഒരു സ്ത്രീയാണ്. യേശുവിന്റെ അമ്മ. വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയും. അവർ മരിച്ചടക്കപ്പെട്ട് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയായി മറിയ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം കറക്റ്റ് വായിക്കണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കൂട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ അമ്മയായി മറിയടക്കം ആത്മാവിൽ നിറയപ്പെട്ട് പിന്നീട് മറിയ മരിച്ച് അനേക വിശുദ്ധന്മാർ നിദ്ര കൊള്ളുന്ന കൂട്ടത്തിൽ ഇന്നും മണ്ണിൽ നിദ്ര കൊള്ളുകയാണ്. അവർ ഉയർത്തെഴുതിയിട്ടില്ല, സ്വർഗാരോപണം ചെയ്തിട്ടില്ല. അവർ ഉയർത്തെഴുതിയിട്ടും സ്വർഗാരോപണം ചെയ്തു എന്ന് പഠിപ്പിക്കുന്നത് വ്യാജാത്മാവാണ്, ഭൂതാത്മാവാണ്. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, ബൈബിൾ പറയാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയെടുത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിവെക്കുക. സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ബൈബിൾ സംഭവിച്ച കാര്യങ്ങൾ ഇനി മേലെ സംഭവിക്കാനുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ മറിയ മണ്ണിൽ നിദ്ര കൊള്ളുക. അപ്പൊ യോസേപ്പ് മരിച്ച് അല്ലെങ്കിൽ മണ്ണിൽ വിശ്രമിക്കുന്നു. അവർക്കിനി ഒരു ഉയർപ്പുണ്ട്. നമ്മൾ 1 തെസ്സലോനിക്കലേഖനം 4:16 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ അന്ന് മർക്കൂസിന്റെ മാളിമുറിയിൽ കൂടിയിരുന്ന 120 പേരടക്കമുള്ള വിശുദ്ധന്മാർ, ആ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയായ മറിയയും ഉണ്ടാകും, യോസേപ്പും ഉണ്ടാകും. ലോകത്തിലെ ആദ്യത്തെ പുതിയ നിയമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിരിക്കുന്ന സ്തേവാനോസ് അടക്കമുള്ളവർ ഉയർത്തെഴുന്നേൽക്കുന്ന, അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കാൻ കിടക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ മറിയ യോസേപ്പിനെ നമസ്കരിച്ചതായിട്ട് ഒരു സ്ഥലത്തും രേഖയില്ല. ഇന്ന് കർത്താവിനെ ആത്മാർത്ഥമായി ആരാധിക്കുവാൻ മനസ്സില്ലാത്തവർ ഒരു നാൾ കർത്താവിനെ ന്യായാധിപനായി നേരിടേണ്ടി വരും. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ജനമുണ്ടല്ലോ. ആ ഒരു കൂട്ടം ജനം ഹല്ലേലൂയ മറിയയും യോസേപ്പിനൊക്കെ ആരാധിച്ച് സഭയുടെ പ്രമാണങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ അവർ അവസാന നാളിൽ കർത്താവിന് മുമ്പിൽ, ന്യായാധിപനായ കർത്താവിന് മുമ്പിൽ ന്യായവിധിക്കായി നിൽക്കേണ്ടി വരും. അതിനൊന്നും മാറ്റമില്ല. ഏതോസം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും അവന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. ഇത്രയും അടിസ്ഥാനപരമായ നിയമപരമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി ദൈവാത്മാവ് തന്നിട്ടും അതിനെ നമ്മൾ വിശ്വസിക്കാതെ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ
വിദ്വാൻമാർ യേശു ക്രിസ്തുവിനെ വീണ് നമസ്കരിച്ചതുപോലെ നമുക്ക് യേശു ക്രിസ്തുവിനെ വീണ് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥിതി എത്ര വഷളായി പോകും. പ്രൈസലോ ഹല്ലേലൂയ. നിങ്ങളെ ആരെയും വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വേദപുസ്തകത്തിന്റെ സംഭവങ്ങൾ പറയുക. നമ്മൾ ആരെ നമസ്കരിക്കണം? യേശുവിനെ നമസ്കരിക്കണം. പ്രൈസലോ. യേശുവിനെ നമസ്കരിക്കുക. യേശു ദൈവത്തിന്റെ സൃഷ്ടിയല്ല, യേശു സൃഷ്ടാവാണ്. ഹല്ലേലൂയ. പലരും യേശുവിനെ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട്, ദൈവത്തിന്റെ പുത്രനായി, ദൈവത്തിന്റെ മകനായി എന്നൊക്കെ പറയുമ്പോൾ വേദപുസ്തകം പറയുന്നത് യേശുവിനെ ദൈവമായിട്ട്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ആമൻ വേഷത്തിൽ മനുഷ്യൻ തന്നെത്താൻ വിളിച്ച് മനുഷ്യസാദൃശ്യത്തിലായി തീർന്നൊക്കെ ഫിലിപ്പിലേഖനം 2:5 തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ യേശുവിനെ വീണ് നമസ്കരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് യേശുവിനെ വീണ് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ മുമ്പ് ആവർത്തിച്ച പോലെ, ഒരിക്കലും യേശു വെള്ളസിംഹാസനത്തിൽ ന്യായാധിപനായിരിക്കുമ്പോൾ നമ്മൾ ന്യായവിധിക്കായിട്ട് അവന് മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നാം ന്യായവിധിക്കായിട്ട് യേശുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഇടയാകാത്ത നിലയിൽ നമുക്ക് ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി മാറണമെങ്കിൽ, ഇവിടെ ലഭിച്ച ചെറിയ ജീവിതമാണ്, ഈ ചെറിയ ആയുസ് മാത്രമാണ് നമുക്കുള്ളത്. ഈ ആയുസ്സിൽ നമ്മൾ ക്രിസ്തുവിനെ, യേശുവിനെ വീണ് നമസ്കരിക്കണം. വിദ്വാൻമാർ പോലും വീണ് നമസ്കരിച്ചെങ്കിൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ വീണ് നമസ്കരിച്ച് സ്തുതിക്കണം. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, കർത്താവിന് മുമ്പിൽ നമ്മൾ കർത്താവ് ന്യായാധിപനായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവന് മുമ്പിൽ നമ്മൾ പ്രതികളായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ്. ഇവിടെ ഭൂമിയിൽ കർത്താവിനെ ആരാധിക്കാത്തവരെല്ലാം ദൈവത്തിന് മുമ്പാകെ, ന്യായാസനത്തിന് മുമ്പാകെ പ്രതികളായി നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു അനുഭവം എത്ര ഭയാനകമായിരിക്കും. നമുക്കിവിടെ സാക്ഷി പറയാൻ ആരും കാണത്തില്ല, നമുക്ക് ഇടനിൽ നിൽക്കാൻ ആരും കാണത്തില്ല. ഇന്ന് നമ്മൾ വിളിച്ച മധ്യസ്ഥന്മാരൊന്നും കർത്താവായ യേശുവിന്റെ ന്യായാസനത്തും കാണത്തില്ല. ഇന്ന് നമ്മൾ ഒരുപാട് മധ്യസ്ഥന്മാരോടും മധ്യസ്ഥരോടും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ന്യായം വിധിക്കാൻ ന്യായാധിപനായി വന്നിരിക്കുമ്പോൾ അവനെ വിശ്വസിക്കാത്ത, അവനെ ആരാധിക്കാത്ത, അവനെ വീണ് നമസ്കരിക്കാത്ത സകല ജനവും ആ ന്യായാസനം നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ ഒരു മധ്യസ്ഥകളും കാണത്തില്ലെന്ന്. അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഭൂമി നമുക്കൊരു കോടതിയുണ്ട്, ഭൂമി നമുക്ക് നിയമമുണ്ട്, നമുക്ക് ആരെയും വേണ്ട സാക്ഷി പറയാനോ സാക്ഷിക്കോ നമുക്ക് മധ്യസ്ഥയ്ക്കോ കൊണ്ടില്ല. പക്ഷെ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ ഭൂമിയിലുള്ള ഒരു മധ്യസ്ഥരെ ആവശ്യമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന് അവിടെയാണ് കരച്ചിലും പല്ലുകടിയും ഉള്ള അന്ധകാരത്തിലേക്ക് ദൈവം നമ്മെ തള്ളിവിടുന്നത്. അപ്പൊ ആ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് കർത്താവിനെ വീണ് നമസ്കരിക്കാത്ത, കർത്താവിനെ സ്തുതിക്കാത്ത, കർത്താവിനെ ദൈവം അംഗീകരിക്കാത്തവരെല്ലാം കരച്ചിലും പല്ലുകടിയുമുള്ള ആ ഗന്ധവും തീയും കത്തുന്ന തീപ്പൊയ്ക എന്ന് പറയുന്ന നിത്യ നരകത്തിലേക്ക് സകല മനുഷ്യൻ ചെന്ന് വീഴും. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അവൻ യേശുവിനെ മറിയയുടെ വീട്ടിൽ ചെന്ന് വിദ്വാൻമാർ കണ്ട് വീണ് നമസ്കരിച്ചു എങ്കിൽ അവര് ന്യായം വിധിക്കുന്ന നാളിൽ, കർത്താവായ യേശുക്രിസ്തു ന്യായം വിധിക്കുന്ന നാളിൽ അവർ നിത്യതയിൽ കാണുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്കറിയത്തില്ല. കാരണം അവർ വീണ് നമസ്കരിച്ചല്ലോ. നമുക്കിത് വീണ് നമസ്കരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ആത്മാവും പ്രാണനും ശരീരം കർത്താവിന് വേണ്ടി കൊടുക്കണം. ഹല്ലേലൂയ. ഈ പൊന്നും കുന്തിരുക്കവും ഊരും ഒക്കെ ആത്മാവും പ്രാണനും ശരീരവും ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ നമ്മൾ ഈ ഭൂമി ഇരിക്കും, നമുക്കും പൊന്നും കുന്തിരുക്കവും ഊരും ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയതാ. പാപത്തിന്റെ, ശാപത്തിന്റെ, അന്ധകാരത്തിന്റെ, അനാചാരത്തിന്റെ, അധാർമിയുടെ, അന്ധവിശ്വാസത്തിന്റെ, ദുർശക്തികളുടെ, സാത്താനി ശക്തികളെ, സാത്താനി സൈന്യത്തിന്റെ കൈകളിൽ അകപ്പെട്ട് പാപത്തം നിറയപ്പെട്ട ന്യായവിധിക്കായി കിടന്ന എന്നെ നിങ്ങളെയും ആമൻ യേശുക്രിസ്തു ക്രൂശിൽ അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതായത് കൊണ്ട് നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് 1 കൊരിന്ത്യർ 6:19 വായിച്ചാൽ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, നമ്മൾ ഹെരോദാവ് ഒരു സത്യാന്വേഷിയെ പോലെ, ഹല്ലേലൂയ, ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്ന് വിദ്വാൻമാരോട് പറഞ്ഞത്, ഹല്ലേലൂയ, അവന്റെ ചിന്ത ഒരു കൊലപാതകമായിരുന്നു. ഹെരോദാവ് പറഞ്ഞു, വിദ്വാൻ പറഞ്ഞു, നിങ്ങൾ അവനെ പോയി കണ്ടിട്ട് എന്നോട് ഒന്ന് പറയണം, ഞാനും ചെന്ന് അവനെ നമസ്കരിക്കാനാണ്. ഹെരോദാവിന്റെ മനസ്സിൽ യേശുവിനെ കൊല്ലുവാനുള്ള തകർത്തുകള ഒരു കൊലപാതകന്റെ ചിന്തയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും യേശുക്രിസ്തുവിന്റെയും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ തകർത്ത് കളയുന്ന, സുവിശേഷത്തെ വെല്ലുവിളിക്കുന്ന
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തി പ്രസംഗിക്കുന്നവരെ കൊന്നുകളയുന്ന, അവരെ നശിപ്പിച്ചു കളഞ്ഞ് ജയിലടയ്ക്കുന്ന ഹെരോദാവിനെ പോലെയുള്ള അനവധി ക്രൂരന്മാർ, നീചന്മാർ അമരരിയ ഭൂമി പെരുകിക്കൊണ്ടിരിക്കുക. ഹെരോദാവിനെ പോലെ ഹെരോദാവ് യേശുവിനെ തകർത്ത് കളയുവാൻ ആഗ്രഹിച്ചതുപോലെ സുവിശേഷത്തെ തകർത്ത് കളയാൻ സുവിശേഷ വിരോധികൾ ദൈവമക്കളെ തകർത്ത് കളയാൻ വേണ്ടി ഒരു കൂട്ടം രാക്ഷസ വൃന്ദങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രക്തദാഹികൾ. ഇവിടെ വിദ്വാൻമാർ യേശുവിനെ അല്ലെങ്കിൽ വീണ് നമസ്കരിക്കുക. അല്ലെങ്കിൽ ജനങ്ങൾക്ക് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു എന്ന് പറയുക. അപ്പം അല്ലെങ്കിൽ ശേബരാജ്ഞി ചെയ്തതുപോലെ ഒരു രാജാവ് മറ്റൊരു രാജാവിനെ അഭിവാദ്യം ചെയ്യുവാൻ ചെല്ലുന്നത് അവരുടെ കഴിവ് പോലെയുള്ള സമ്മാനങ്ങളുമായിരിക്കും. അപ്പൊ ശേബരാജ്ഞി ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് വരുമ്പോൾ അവൾക്ക് കൊടുക്കുവാൻ കഴിയുന്നത് പോലെയുള്ള അവളുടെ ആ രാജകീയ പദവിക്കൊത്ത അനുസൃതമായിട്ട് ഉള്ള എല്ലാ സമ്മാനങ്ങളുമായിട്ടാണ് ശേബരാജ്ഞി ശലോമോനെ ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച് കാണുവാനും കേൾക്കുവാനും വന്നത്. അപ്പം അവൾക്കുണ്ടായിരുന്ന സമ്പത്തിന്റെ അതിൽ നല്ലൊരു അംശം രാജാവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം, ശലോമോനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ള ചിന്തയുടെ അഭിവാഞ്ചിയുടെ ശേബരാജ്ഞി കിഴക്ക് വന്നെങ്കിൽ ഇവിടെ വിദ്വാൻമാര് കിഴക്ക് വന്ന് അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ക്രിസ്തുവിന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്വമേറിയ ആ പൊന്നും കുന്തിരുക്കവും മൂരുമാണ് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവര് മശിക രാജാവിന് വിദ്വാൻമാർ 3 സമ്മാനങ്ങൾ കാഴ്ചവെച്ചു. പൊന്ന് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ രാജാവായ യേശുവിനെ ആ കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോഹങ്ങളുടെ രാജാവായ സ്വർണം കാഴ്ചവെച്ചു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ ആ കാലഘട്ടത്തിൽ ലോഹങ്ങളുടെ രാജാവായി എന്നറിയപ്പെടുന്നത് എന്താ? സ്വർണമാണ്. ആ പൊന്നാണ് കർത്താവിന് ഹല്ലേലൂയ അവർ സമർപ്പിച്ചത്. ഈ പൊന്ന് എന്ന് പറയുന്നത് കർത്താവിന്റെ രാജ്യത്വത്തെ ദൈവത്വത്തെയും കാണിക്കുക. കർത്താവിന്റെ രാജ്യത്വത്തെ ദൈവത്വത്തെയും കാണിക്കുകയാണ്. ഹല്ലേലൂയ. കാഴ്ച ലഭിച്ച പൊന്ന് മിസ്രയീം വാസത്തിനും തിരിച്ചുവരവിനും ഉപകരിച്ചു കാണും. അവന് കാഴ്ചയായി എന്താണ് ചെയ്യുക? അപ്പൊ ഈ കാഴ്ചവെച്ച പൊന്ന് അവരുടെ മിസ്രയീം വാസത്തിനും തിരിച്ചുവരവിനും ആ പൊന്ന് പ്രയോജനപ്പെട്ടു. പൊന്ന് അവന്റെ രാജ്യത്വത്തെയും ദൈവത്തെ കാണിക്കുക. രണ്ടാമതെന്ന് പറഞ്ഞ കുന്തിരുക്കമാണ്. ഹല്ലേലൂയ. പുരോഹിതനുള്ള കാഴ്ച വസ്തുവാണ് ഇത്. ഹല്ലേലൂയ. യേശുക്രിസ്തു മഹാപുരോഹിതനാണ്, ശ്രേഷ്ഠ പുരോഹിതനാണ്. ആ ഒരു ശ്രേഷ്ഠ പുരോഹിതന് എന്താണ് കാഴ്ചവെക്കേണ്ടത്? അതിനാണ് കുന്തിരുക്കം കൊണ്ടുവരുന്നത്. യേശുവിന്റെ പൗരോഹിത്യത്തിന് അംഗീകാരമായി ഇതിനെ കണക്കാക്കാം. ഇന്നത്തെ കാലത്ത് ക്രൈസ്തവ സഭയില് കുന്തിരുക്കം വലിയ വീശുന്നൊരു പരിപാടിയുണ്ട്. അപ്പം പലരും സഭയിലേക്ക് പള്ളിയിലേക്ക് കുന്തിരുക്കം വാങ്ങിക്കൊടുക്കാറുണ്ട്. മഹാപുരോഹിതന് കൊടുക്കുവാൻ കഴിയുന്നതിൽ മഹാപുരോഹിതന്റെ മഹാപൗരോഹിത്യത്തെ അംഗീകരിച്ചുകൊണ്ട് കൊടുക്കുവാൻ കഴിയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഈ വിദ്വാൻമാർ കൊടുത്ത കുന്തിരുക്കം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതവന്റെ മഹാപൗരോഹിത്യത്തെയാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തേന്ന് പറയുന്നത് മൂരാണ്. മൂരെന്ന് പറയുന്നത് മരിച്ചവരുടെ ദേഹം സൂക്ഷിക്കുന്നതിനുള്ള വിലയേറിയ സുഗന്ധവർഗമാണ് മൂരെന്ന് യോഹന്നാന്റെ സുവിശേഷം 19 അല്ലെങ്കിൽ 39 കാണുന്നുണ്ട്. ആ കാലത്ത് മരിച്ചുപോയ ശരീരത്തെ കേടുകൂടാതെ സൂക്ഷിക്കാൻ മൂര് എന്ന് പറയുന്ന ആ വസ്തു ഉപയോഗിച്ചിരുന്നു. അവന്റെ യാഗമരണത്തെ കാണിക്കുന്നു. അവന്റെ യാഗമരണത്തെയാണ് കാണിക്കുന്നത്. കൂടാതെ മൂര് തന്റെ കഷ്ടാനുഭവത്തെയും പ്രവാചക ശുശ്രൂഷയും കാണിക്കുക. അപ്പം പൊന്നും അല്ലെങ്കിൽ കുന്തിരുക്കം മൂരെന്ന് പറയുമ്പോൾ പൊന്ന് അവന്റെ രാജ്യത്വത്തെയും ദൈവത്വത്തെയും, കുന്തിരുക്കം അവന്റെ മഹാപൗരോഹിത്യത്തെയും, ഹല്ലേലൂയ, മൂര് ഹല്ലേലൂയ അവന്റെ യാഗത്തെയും, ഹല്ലേലൂയ അവന്റെ യാഗത്തെയും, സ്തോത്രം, അവന്റെ പ്രവാചക ശുശ്രൂഷയും വെളിപ്പെടുത്തുകയാണ്. അപ്പം വിദ്വാൻമാർക്ക് ഈ 3 വിധത്തിൽ യേശുവിനെ കാണാൻ കഴിഞ്ഞത് കൊണ്ടാണ് അവൻ ദൈവമാണ്, രാജാവാണ്, അവൻ ശ്രേഷ്ഠ പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്, അവരുടെ പരമയാഗമായി മാറും. അവനൊരു യാഗം കൊടുക്കണമെങ്കിൽ അവന്റെ ശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന മൂര് മാത്രമേ പ്രവാചകനാണ്. ഈ 3 നിലയിൽ വിദ്വാൻമാർ യേശുവിനെ അംഗീകരിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നം നമ്മൾ എത്രമാത്രം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം.
നമ്മുടെ കർത്താവ് രാജാതി രാജാവാണ്, കർത്താവാണ്. താൻ മാത്രം അമൃത്തി ഉള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കാണാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവനാണ്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനാ. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14, 15, 16 ഒക്കെ വായിച്ച് കാണാൻ കഴിയും. വലിയ അത്ര ശ്രേഷ്ഠനായ കർത്താവിനെ നമ്മൾ ഹൃദയം തുറന്ന് ആരാധിക്കണ്ടേ? നമ്മൾ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കണം. എന്നെ കേൾക്കുന്ന മാത്രമേ പിതാവേ, നീ ഹൃദയം തുറന്ന് നീ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ കൊടുക്കുമ്പോഴുണ്ടല്ലോ, നിന്റെ എല്ലാ പരാജയത്തിനും ദൈവം നിന്നെ വിടിവിക്കും. നിനക്ക് ഒരുപാട് കഷ്ടതയുണ്ട്, കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കടനീരുണ്ട്. നീ കടന്നു പോകുന്ന മഹാവേദനയുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കും. വിദ്വാൻമാർ യേശുവിനെ വീണ് നമസ്കരിച്ചതുപോലെ നീ അവനെ വീണ് നമസ്കരിച്ച് അവന്റെ രാജ്യത്വത്തെ, അവന്റെ ദൈവത്വത്തിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതത്വത്തെ, അവന്റെ പ്രവാചക ശബ്ദത്തെ നീ ഓർത്ത്, കർത്താവ് എന്നോടൊന്ന് കരുണ തോന്നണമേ, അങ്ങയുടെ പാദപീഠത്തിൽ വീട് നമസ്കരിച്ച് അങ്ങയെ എന്റെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രൈസോ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും സങ്കടങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ല. നീ വ്യക്തിപരമായി എന്തെല്ലാം പ്രതിസന്ധികളെയാണ് നീ അനുഭവിക്കുന്നത്. കടലിലെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന പോലെ എന്റെ ഹൃദയത്തിൽ വിവിധമായ പ്രശ്നങ്ങൾ തിരയടിക്കല്ലേ, തിരമാലകൾ ഉയരുന്ന പോലെ ഉയരുകയല്ലേ. സ്വസ്ഥമായിട്ട് ഒരു നേരം ഇരിക്കാൻ കഴിയുമോ? സ്വസ്ഥമായിട്ട് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? കിടന്നാൽ നിനക്ക് ഉറക്കം വരികയോ? തിരിഞ്ഞും മറിഞ്ഞും കിടന്നതിന്റെ ജീവിതം മുഴുവൻ തകർന്നു പോയില്ലേ? ചിലപ്പോൾ നീ കിടന്നാൽ നിനക്ക് സുബോധം പോലും നഷ്ടപ്പെട്ട് നിന്റെ ക്ഷീണം കൊണ്ട്, നിന്റെ ചിന്തകൾ കൊണ്ട് നീ മയങ്ങിപ്പോവുകയല്ലേ? നിന്നെ തളർത്തുന്ന ഒരുപാട് വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലല്ലേ? മരിച്ചാൽ മതി എന്ന് പറയുന്ന അനുഭവത്തിലൂടെ നീ കടന്നുപോയില്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുടുംബ സമാധാനം നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും സ്വസ്ഥതയുടെ നിനക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരുമായുള്ള നിന്ദയും അപമാനങ്ങളും പരിഹാസങ്ങളും ദുഷ്യങ്ങളും ഏറ്റ് മനസ്സുമെടുത്ത് ജീവിതം നിരാശപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവിന് പ്രഭാതത്തിൽ നിനക്കൊണ്ടോട് കൈമാറുന്ന ദൂതെന്ന് പറയുന്നത്, വിദ്വാൻമാർ കിഴക്ക് നിന്ന് അവരെ പൊന്നും കുന്തിരിക്കും മൂരും കൊണ്ട് കാഴ്ചവെച്ച ആ പാദപീഠത്തിൽ വീണ് നമസ്കരിച്ചതുപോലെ നീ യേശുവിന്റെ പാദപീഠം വീണ് നമസ്കരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നവൻ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നവൻ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. വിശ്വസ്തോത്രം പറഞ്ഞാട്ട് അത് ഇന്ന് പകൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, കരഞ്ഞ് നിലവിളിക്കുന്ന, വേദനയോടെ കടന്നു പോകുന്ന, മാനസികമായി തകർന്ന ജീവിതം തകർന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ ചില സഹോദരങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, ദൈവം നിനക്കൊരു വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുക. ഇന്ന് വരെ നീ അനുഭവിച്ച മഹാവേദനയുടെ നടുവിൽ ദൈവം നിനക്കൊരു ആശ്വാസം തരാൻ ആഗ്രഹിക്കുക. അവന്റെ പാദപീഠത്തിൽ വീണ് നമസ്കരിച്ച് അവന്റെ മുമ്പിലൊന്ന് അവയൊന്ന് നിലവിളിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ നിലവിളി കേട്ട് മറുപടി നൽകുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തെ സ്തുതിക്കണം. വിദ്വാൻമാരുടെ യാത്രയിൽ അവർക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് പകൽ നിന്റെ ജീവിതയാത്രയിൽ നിനക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ സമയവേളകളിൽ നിനക്ക് വിദ്വാൻമാരെ പോൽ ലക്ഷ്യമുണ്ടായിരിക്കണം. എന്തായിരുന്നു വിദ്വാൻമാരുടെ ലക്ഷ്യം? അവർക്ക് എങ്ങനെയും എത്രയും പെട്ടെന്ന് യേശുവിനെ കാണണം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീയുടെ സന്തതിയെ, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയെ ജനിച്ച മെസ്സിയെ എത്രയും പെട്ടെന്ന് കാണണം എന്നുള്ള ലക്ഷ്യം. അത് കാണുവാൻ വേണ്ടി ദൈവം അടയാളം കൊടുത്തൊരു നക്ഷത്രമാണ്. അതാണ് മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കും. ഹല്ലേലൂയ. 2-ാമത്തെ അമ്മ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അമ്മ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ മത്തായി സുവിശേഷം 2-ാമത്തെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കും കാണുന്നുണ്ട്. ഹല്ലേലൂയ. രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു വിരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പം വിദ്വാൻമാർക്ക് വഴികാട്ടിയാരാണ്? നക്ഷത്രമാണ്. അവർ യാത്ര ചെയ്യുന്നതനുസരിച്ച് നക്ഷത്രം നീങ്ങിക്കൊണ്ടിരിക്കും. അവർ നിൽക്കുന്നിടത്ത് നക്ഷത്രം നിൽക്കും. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ കൊട്ടാരത്തിന്റെ ഭാഗത്ത് നക്ഷത്രം സഞ്ചരിച്ചില്ല. അവർ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി യേശുവിനെ കാണാൻ വീണ്ടും യാത്രയാരവിൽ നക്ഷത്രം യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നക്ഷത്രം മറിയയുടെ വീടിന്റെ മുകളിൽ വന്ന് നിന്നപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇതാണ് യേശുവുള്ള വീട്. അങ്ങനെ മറിയയുടെ വീട്ടിൽ ചെന്ന് യേശുവിനെ കണ്ടു എന്നാണ്. ഹല്ലേലൂയ. അല്ലാതെ യേശു പുൽക്കൂട്ടി ജനിച്ചു കിടക്കുന്നതല്ല കണ്ടത്. യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പാട്ടുണ്ട്. കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞു. യേശു കാലിത്തൊഴുത്തിലേ ജനിച്ചിട്ടില്ല.
അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പേർവഴി ചാർത്തണമെന്നുള്ള നിയമം ഉള്ളതുകൊണ്ട്, സെൻസസ് എടുക്കേണ്ടതുകൊണ്ട് എല്ലാവരും യാത്ര പുറപ്പെട്ട കൂട്ടത്തിൽ മറിയം ജോസഫ് യാത്ര പുറപ്പെട്ടു. അങ്ങനെ വഴിയിൽ വെച്ച് അല്ലെങ്കിൽ മറിയയ്ക്ക് പ്രസവവേദനയുണ്ടായി. ബെഡുവിൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആട്ടിടയന്മാരുടെ സഹായത്താൽ ഒരു മരച്ചുവട്ടിൽ യേശുവിനെ പ്രസവിച്ചു എന്നാണ് ചരിത്രം. അവിടെ കിടത്തുന്നത്, ആ മരച്ചുവട്ടിൽ കുട്ടിയെ കിടത്തുന്നത് സുരക്ഷിതമല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് കുട്ടിയെടുത്ത് പുൽത്തൊട്ടിൽ കൊണ്ട് കിടത്തി എന്ന് മാത്രമേ അല്ലൊരിയ ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നുള്ളൂ. അല്ലാതെ കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചു, പുൽക്കൂട്ടിൽ യേശു ജനിച്ചു എന്നൊക്കെ പറയുന്നതും വിഡ്ഢിത്തരമാണ്. ബൈബിൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ വിദ്വാൻമാര് അല്ലൊരിയ യേശുവിനെ വന്ന് കാണുന്നത് യേശുവിന്റെ അമ്മയായ മറിയയുടെ വീട്ടിലാണ്. 2 വർഷത്തെ പ്രയാണം ചെയ്തിട്ടാണ്. ഇന്ന് വളരെ കേൾക്കുന്ന മാതാപിതാക്കൾ സത്യം ഗ്രഹിക്കണം, സത്യം മനസ്സിലാക്കണം. വേദപുസ്തകം മാത്രം നോക്കി വായിച്ച് അത് തന്നെ ഗ്രഹിച്ച് അത് തന്നെ പഠിച്ച് പ്രസംഗിക്കുമ്പോഴാണ് അതിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകും. കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ മനുഷ്യന് ഭയങ്കര കഴിവാണ്. ഭയങ്കര പ്രാസത്തോടെ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും അവതരിപ്പിക്കാനും മനുഷ്യ കഴിവാണ്. പക്ഷെ അതുകൊണ്ട് അതിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അപ്പം പൊന്നവന്റെ രാജ്യത്വത്തെയും കുന്തിരിക്കവന്റെ മഹാപൗരോഹിത്യത്തെയും 3 പ്രവാചകത്വത്തെയും കാണിക്കുകയാണ്. രാജാവും പുരോഹിതനുമായിരിക്കുന്ന മശിയ, രാജാവും പുരോഹിതനും പ്രവാചകനുമായിരുന്ന മശിയ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വചനമായിരുന്നവൻ ജഡമായി തീർന്നത് മറിയയുടെ ഉദരത്തിൽ. ഹല്ലേലൂയ. മറിയയുടെ ഉദരത്തിൽ അവൻ ജഡമായി തീർന്ന് സാധാരണ സ്ത്രീകൾക്കുള്ള പ്രസവമാസം പോലെ തന്നെ മറിയയുടെ പ്രസവകാലം തിരഞ്ഞപ്പോൾ ആമേൻ രാജാവും പുരോഹിതനുമായിരുന്ന പ്രവാചകനുമായിരുന്ന മശിയെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി അന്ന് ഭൂമിയിൽ നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. ഇന്നും യേശു മശിഹ കുഞ്ഞായിട്ടിരിക്കില്ല. യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. അവൻ രാജാവാണ്, അവൻ ശ്രേഷ്ഠ പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്, ഇടയ ശ്രേഷ്ഠനാണ്, അത്രയും പ്രവാചകനാണ്, നമ്മുടെ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി മാറിയവനാണ്. അവന്റെ രക്തം നമുക്ക് തന്നു, അവന്റെ രക്തം തന്നു വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഇന്ന് പകലെ കേൾക്കുന്ന മാതാപിതാവേ, ഈ വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ചതുപോലെ അവന്റെ പാദാന്തി ഒന്ന് വീഴുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. നിന്റെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ബന്ധനങ്ങൾ, കെട്ടുകൾ, ദുർഭൂത ശക്തികളുടെ, ദുർഭൂത ആരാധനകളുടെ, സാത്താന്റെ ശക്തികളുടെ, സാത്താന്റെ തന്ത്രങ്ങളുടെ അടിമത്തിൽ നിന്ന്, കടക്കടയിൽ നിന്ന്, നിന്റെ മാനസിക പ്രയാസത്തിൽ നിന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, നിന്റെ ഭവനത്തിലെ അധാർമികമായ ജീവിതം, എന്റെ ഭർത്താവിന്റെ മദ്യപാനം, എന്റെ ഭാര്യയുടെ മക്കളുടെ മയക്കുമരുന്ന്, എല്ലാം അങ്ങനെയുള്ള ദുഷ്പ്രവർത്തിയിൽ നിന്ന് നിന്റെ കുടുംബത്തെ നീ വിടിവിക്കുവാൻ ആഗ്രഹിക്കുക. യേശുവിന്റെ പാദപീഠത്തിൽ വീണ് നമസ്കരിക്കുന്നെങ്കിൽ അവൻ നിന്നെ കൈവിട്ട് കളയില്ല കേട്ടോ. എബ്രായ ലേഖനം 13:5 വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അത് നമ്മെ കൈവിട്ട് കളയാതെ, ഉപേക്ഷിച്ച് കളയാതെ, നമ്മുടെ വിഷയങ്ങൾ മുഴുവൻ കേട്ട് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു യേശുവുണ്ട്. ഇതുപോലെ പാദപീഠത്തിൽ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ വിദ്വാൻമാർ അവന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചതുപോലെ കർത്താവേ, അങ്ങയുടെ മുമ്പിലേക്ക് എന്നെ സമർപ്പിക്കുകയാണ്. അവിടെ എന്റെ രക്ഷകനായ ഹൃദയത്തിൽ വന്ന് എന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമെന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഇന്ന് പകൽ എന്റെ കുടുംബത്തിൽ വിടുതൽ നടക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിലുള്ള ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിനായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുടിഞ്ഞു തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും ശൈശവത്തെയും ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തിലും വാർദ്ധക്യത്തിലും യാചകോഫന ചോട്ടൻ യുവ തലമുറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദ്വാൻമാർ മറിയയുടെ വീട്ടിൽ ചെന്ന് യേശുവിനെ ആമെ കണ്ടു വീണ്ടും നമസ്കരിച്ചതുപോലെ അവരുടെ കർത്താവ് പുന്നുമുദ്രയ്ക്കും മൂലും കാഴ്ചവെച്ച് അവന്റെ കർത്താവ് രാജ്യത്വത്തെ, അവരുടെ ആമെ പുരോഹിതത്തിന് അവരുടെ പ്രവാചകനെ അംഗീകരിച്ചവർ മടങ്ങിപ്പോകുന്നത് പോലെ ഈ ദിവസങ്ങളിൽ സകല ജനങ്ങൾ കർത്താവിന്റെ പാദാന്തി വീണ്ടും കിടന്ന് ആ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. കടമേ കുടുംബങ്ങളിൽ സമാധാന, സന്തോഷ, സ്വസ്ഥത ഉണ്ടാകട്ടെ. ധാർമ്മികയുടെ അശുദ്ധിയുടെ ആത്മാക്കൾ സഭ ആമെ കുടുംബം വിട്ട് പുറത്തു പോകട്ടെ. വിശുദ്ധീകരണം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.